എന്തായാലും സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്, മഞ്ഞ അലർട്ട് നൽകി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, മഴ പെയ്യും എന്ന് പറയുന്നതല്ലാതെ മഴ പെയ്യുന്നില്ലല്ലോ എന്ന് പ്രേക്ഷകർ ചോദിക്കുക. ഹഷ്മി, മഴ പെയ്യും ഹഷ്മി. ഈ പ്രേക്ഷകൻ അമ്പൂരിൽ നിന്ന് ചോദിച്ചതുപോലെ അമ്പൂരിക്ക് തൊട്ടടുത്താണ് എൻ്റെ പ്രദേശം. എൻ്റെ നാട് അവിടെയാണ്, നെയ്യാർ ഡാമിലാണ്. നെയ്യാർ ഡാമിലൊക്കെ ഇന്നലെ കാര്യമായ മഴയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴ അമ്പൂരി, നെയ്യാർ ഡാം, പാലോട്, അതായത് തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിൽ ഇന്നലെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നും സമാനമായി തന്നെ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും പല ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴ ഉച്ചയ്ക്ക് ശേഷവും വൈകിട്ടുമൊക്കെ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രേക്ഷകരോട് ഇപ്പോൾ തന്നെ ആദ്യം തന്നെ അറിയിക്കട്ടെ. രണ്ടാമത് ഈ ചൂടാണ്, ആ പുഴുങ്ങലാണ്, അതങ്ങനെ തുടരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് പോലും സാധ്യത നിലനിൽക്കുന്നതായാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ കാലാവസ്ഥാ വിദഗ്ധരുമൊക്കെ പറയുന്നത്. ആ തരത്തിലാണ് ചൂട് പലയിടത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് ജില്ല ചുട്ടു പൊള്ളുകയാണ് ഹാഷ്മി. കഴിഞ്ഞ 6 ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് രേഖപ്പെടുത്തുന്ന ചൂട്. സമാനമായി തന്നെ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ശനിയാഴ്ച വരെയുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ഉയർന്ന താപനില മുന്നറിയിപ്പ് 12 ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. യെല്ലോ അലേർട്ട് 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്, അതായത് ഉയർന്ന താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലത്ത് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും. കൊടുംചൂടാണ്. അതായത് പ്രേക്ഷകൻ പറയുകയാണ്, ഇന്നലെ കോട്ടയം തെങ്ങണ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എവിടേക്കോ മഴ പെയ്യുന്നുണ്ട്. മഴ കിട്ടിയവർ ഭാഗ്യവാന്മാർ. നമുക്ക് പ്രതീക്ഷയോടുകൂടി വേഴാമ്പലിനെ പോലെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയൊരു ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മാർക്കറ്റ് വ്യൂവിലേക്ക് പോകും. സ്വർണ്ണവിലയൊക്കെ അങ്ങും ആകാശം നിൽക്കുകയാണ്. അതടക്കം മാർക്കറ്റ് വ്യൂ, സൂര്യശ്രീ ഇടവേള.